അന്യദേവാഹു സംഭവാത് അന്യദാഹുരസംഭവാത് ഇതി ശുശ്രുമധീരാണാം യേനസ്തദ്വിചക്ഷിരേ. സംഭൂതി കൊണ്ടുള്ളതന്യം അസംഭൂതിജമന്യമാം എന്നു കേൾക്കുന്നിതോതുന്ന പണ്ഡിതന്മാരിൽ നിന്നു നാം. ഒരു പകുതി ഭാഗം നമ്മൾ പഠിച്ചു. അതായത് ആദ്യത്തെ ഈശാവാസ്യ ഉപനിഷത്തിന്റെ ആദ്യത്തെ 7 മന്ത്രങ്ങള് ഉപനിഷത്തിന്റെ സാരം പറഞ്ഞു കഴിഞ്ഞു. ഈ ഉപനിഷത്ത് എന്താണ് നമുക്ക് തരുന്നത് എന്ന തത്വത്തെ ആദ്യത്തെ 7 ശ്ലോകങ്ങൾ കൊണ്ട് 7 മന്ത്രങ്ങൾ കൊണ്ട് പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി അതായത് യസ്മിൻ സർവാണി ഭൂതാനി ആത്മേവാഭൂത് വിജാനതഃ, അവിടെ ആ ശ്ലോകം വരെ ഉള്ളത് കൊണ്ട് ഉപനിഷത്ത് സാരം പറഞ്ഞു. ഇനി 8ാമത്തെ മന്ത്രം, അതിൽ നിന്നുണ്ടാകുന്ന ഈ ഉപനിഷത്ത് പഠനത്തിലൂടെ ഉണ്ടാകുന്ന ഒരു പൊതുവായ ഒരു വീക്ഷണത്തെ, അതായത് പ്രപഞ്ച രഹസ്യത്തെയും ആത്മരഹസ്യത്തെയും ഒന്നുകൂടെ ഉറപ്പിച്ചു പറയുന്ന ശ്ലോകമായിരുന്നു, മന്ത്രമായിരുന്നു സബര്യഗാത് ശുക്രമകായമവൃണ സ്നാവിരം ശുദ്ധമപാപവിദ്ധം കവിർമനീഷി പരിഭൂ സ്വയംഭൂ യാഥാതഥ്യതോ അർത്ഥാൻ വ്യദദാത് ശാശ്വതീഭ്യ സമാഭ്യ എന്ന് പറയുന്ന മന്ത്രം കൊണ്ട് ആത്മസ്വരൂപത്തെയും പ്രപഞ്ച സ്വരൂപത്തെയും ഒക്കെ ഒരു വീക്ഷണത്തെ, സാമാന്യ വീക്ഷണത്തെ ഉപനിഷത്ത് നമ്മോട് പറഞ്ഞു തന്നു കഴിഞ്ഞു. അതിനുശേഷം വരുന്ന മന്ത്രങ്ങൾ, അതായത് എത്രാമത്തെയാ? 8ാമത്തെ മന്ത്രം കഴിഞ്ഞ് ഇനിയിപ്പോ ഈ കഴിഞ്ഞ 3-4 മന്ത്രങ്ങളിലായിട്ട് നാം വിദ്യയുടെയും അവിദ്യയുടെയും സ്വരൂപത്തെയാണ് പറഞ്ഞു തരുന്നത്. അതായത് വിദ്യ അവിദ്യ, അതുപോലെ തന്നെ സംഭൂതി അസംഭൂതി, സംഭവം അസംഭവം, ഇതിലൂടെ വിദ്യാശക്തിയെയും അവിദ്യാശക്തിയെയും കൂടുതൽ ഗുരു വിശദീകരിച്ച് തരികയാണ്. കോമൺ ആയിട്ടുള്ള തത്വം ഒന്ന് തന്നെ, പക്ഷേ ഈ ഗുരുക്കന്മാർ ഇങ്ങനെ ഒരേ തത്വത്തെ കൂടുതൽ കൂടുതൽ ആവർത്തിച്ചു പറയുന്നത് ഇത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പറയാറുണ്ട് ആവർത്തനോ അസകൃത് ഉപദേശ. ഇങ്ങനെ അസകൃത് ഉപദേശം ചെയ്യുന്നത്, ആവർത്തിക്കുന്നത് തത്വം ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇതിൽ 12ാമത്തെ മന്ത്രത്തിൽ നമ്മൾ പറഞ്ഞു അന്ധം തമ പ്രവിശന്തി യേ അസംഭൂതിമുപാസതേ തതോ ഭൂയ ഇവ തേ തമോ യ ഉ സംഭൂത്യാമൃതാഹ എന്ന് പറഞ്ഞു. അസംഭൂതിയെ ആരാധിപ്പവർ അന്ധതമസ്സിലും പോകുന്നു സംഭൂതിരതരൻ അതേക്കാൾ കൂരിരുട്ടിലും എന്ന് പറഞ്ഞു. നമ്മൾ അതിൻ്റെ ഓരോ പദങ്ങളുടെയും അർത്ഥമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ്. യേ അസംഭൂതിം ഉപാസതേ, ആരാണോ അസംഭൂതിയെ അവിദ്യാശക്തിയെ ആരാധന ചെയ്യുന്നത്, ഉപാസിക്കുന്നത്, തേ അന്ധം തമഹ പ്രവിശന്തി, അവർ കൂരിരുട്ടിലേക്ക് തന്നെയാണ് പ്രവേശിക്കുന്നത്. ഈ അവിദ്യാമാർഗത്തിലെ ഈ ജഡരൂപത്തെയും ആ ജഡരൂപത്തെ ഉണ്ടാക്കുന്ന മായാശക്തിയെയും അവിദ്യാമായയെയും ആരാധിക്കുന്നവർ അന്ധതമസ്സിൽ തന്നെയാണ് പോകുന്നത്. അതിന് സംശയമില്ല, മാറ്റമില്ല. വീണ്ടും പറയാണ് ഈ സംഭൂത്യാമൃതാഹ, ആരാണോ ഈ വിദ്യാശക്തിയിൽ സംഭൂതിയിലൂടെ പൊക്കോളൂ, അത് വിദ്യാമാർഗമാണ്, അത് നമ്മളെ സ്വരൂപത്തിലേക്ക് എത്തിക്കുന്ന മാർഗമാണ്. പക്ഷേ സംഭൂത്യാം രതാഹ, സംഭൂതിയിൽ രമിക്കുന്നവർ, സംഭൂതി ഉണ്ടാകും, സിദ്ധിവിശേഷങ്ങൾ ഉണ്ടാകും, പ്രകാശമുണ്ടാവും, അറിവിന്റെ പ്രകാശമൊക്കെ നമ്മൾ ആത്മോന്മുഖമായി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവും. അത് നിഷേധിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്, അതിൽ രമിക്കാതെ കടന്നു പോകണം, ലക്ഷ്യം തെറ്റരുത്, വഴി മറന്നു പോകരുത്, ആ പ്രകാശം കണ്ട് രമിച്ചു നിൽക്കരുതെന്നാണ് അവിടെ പറയുന്നത്. സംഭൂത്യാം രതാഹ, ആരാണോ ഈ വിദ്യാശക്തിയിൽ രമിക്കുന്നത്, സംഭൂതിയിൽ രമിക്കുന്നത്,
തേ അവർ തതഹ ഭൂയൈവ തതഹ അതിനേക്കാൾ വലിയ ഇരുട്ടിൽ പ്രവേശിക്കുന്നു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓരോ പദവും എടുത്ത് വിശദീകരണം ചെയ്തതാണ്. അതിൽ അസംഭൂതിയെ നമ്മൾ വ്യാഖ്യാനിച്ചു. അസംഭൂതി അവിദ്യാമാർഗമാണെന്നും ജഡമാർഗമാണെന്നും അതിന് രണ്ട് വിഭാഗങ്ങൾ മേഖലകളായി അതിന് നമ്മൾ പറഞ്ഞു തന്നു. ഒന്ന് പ്രകൃതിയുടെ അവ്യക്താവസ്ഥയാണ്, അതായത് സൃഷ്ടിക്ക് മുമ്പുള്ള നാമരൂപരഹിതമായ ഒരു അനുഭവം അവസ്ഥ. രണ്ടാമത് ശുദ്ധ ജഡരൂപവുമാണ് അതെന്ന് പറഞ്ഞു. അപ്പൊ ഈ ജഡരൂപത്തെ ആരാധന ചെയ്യുന്നവരാണ് ഇരുട്ടില് പ്രവേശിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ശങ്കര ഭഗവത്പാദരുടെ വിവേക ചൂടാമണിയിലെ അവ്യക്തനാംനി പരമേശ ശക്തി എന്ന മന്ത്രം നമ്മൾ വിശദീകരിച്ചു. ഇനി അവിടെ വരെയാണ് നമ്മുടെ ക്ലാസ് എടുത്തത് നമ്മൾ. ഇനി നമുക്ക് ഈ അസംഭൂതിയെ ഒന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തിട്ട് സംഭൂതിയെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത മന്ത്രത്തിലേക്ക് കൂടി ഇന്ന് കടക്കേണ്ടതുണ്ട്. അപ്പോൾ അസംഭൂതി അവിദ്യാശക്തി തന്നെയാണ്. അപ്പോൾ അതായത് ഈ സ്ഥൂല ജഡം, ഈ നാമരൂപ സഹിതമായിട്ടുള്ള ഈ സ്ഥൂല ജഡമാണ് സത്യമെന്ന് കരുതി ഈ ജീവിതത്തിൽ ജീവിച്ചു പോകുന്ന മനുഷ്യരാണ് നമ്മൾ. ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല. ഇത്തിരി സമയത്തേക്ക് ഇപ്പൊ ശ്മശാന ഒരു വൈരാഗ്യം എന്ന് പറഞ്ഞ കണക്ക് ഒരാളുടെ മരണം കാണുമ്പോഴോ ഉണ്ടായത് നശിക്കുന്നത് കാണുമ്പോഴോ ഇത്തിരി സമയത്തേക്ക് നമുക്കൊരു വൈരാഗ്യം വരും, ഒരു വിരക്തത വരും. ഇതൊക്കെ ഇത്ര ഉള്ളതെന്ന് തോന്നും. പക്ഷെ തൊട്ടടുത്ത നിമിഷം നമ്മൾ വീണ്ടും ഈയാമ്പാറ്റകളെ പോലെ അതിൽ ഭ്രമിച്ചിട്ട് സഞ്ചരിക്കുന്ന മനുഷ്യരാണ്. അതായത് ഈ സ്ഥൂലമായത് കണ്ണിൽ കണ്ടതിനെ വിശ്വസിച്ച് സത്യമെന്ന് കരുതി ചേർത്ത് പിടിച്ച് വാസന കൂട്ടി കൂട്ടി ജീവിക്കുന്നവരാണ് നാം. അവരോടാണ് ഉപനിഷത്ത് ഋഷി സത്യം ഉപദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഋഷി പറയാണ്, ഈ സ്ഥൂല ജഡത്തില് ഈ നാമരൂപാത്മകമായ പ്രപഞ്ചത്തെ സത്യമെന്ന് കരുതി അതിനെ ഉപാസന ചെയ്യുന്നവർ അതിലൂടെ അവിദ്യാശക്തിയെ തന്നെയാണ് ആരാധന ചെയ്യുന്നത്. അവിടെ ഇങ്ങനെ ആരാധന ചെയ്യുന്നതിന്റെ ഫലം എന്താണെന്ന് വെച്ചാൽ ഈ മായാപ്രകൃതിയിലേക്കും, അതായത് ശരീരം പോയാൽ ഈ ജീവൻ ആ മായാപ്രകൃതിയിലേക്കും. അതാണ് അതിന്റെ ഫലം. ഈ കണ്ണിൽ കാണുന്ന സ്ഥൂലജഡത്തെ ഉപാസന ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ അവസാനം സംഭവിക്കുന്നത് എന്താ? ശരീരം ത്യാഗത്തിലൂടെ സംഭവിക്കുന്നത് ആ ജീവൻ ആ മായാപ്രകൃതിയിലേക്ക് ലയിക്കും. പക്ഷേ അവിടെയും ഈ ലയത്തിൽ നമ്മൾ ഉറക്കത്തിൽ എന്നും നല്ല ഉറക്കത്തിൽ സുഖം അനുഭവിക്കുന്നത് പോലെ ഈ പ്രകൃതി ലയത്തിലും സുഖം ഉണ്ടാവും. പക്ഷേ കർമ്മങ്ങളുടെ വാസന അടങ്ങാത്തത് കൊണ്ട്, കാമകർമ്മങ്ങളുടെ ബീജമായ അജ്ഞാനത്തോടു കൂടിയാണ് നമ്മൾ മറയുന്നത്. സത്യമറിയാതെയാണ് മറയുന്നത് ഈ ജീവൻ മറയുന്നതെങ്കിൽ കാമകർമ്മങ്ങളുടെ ബീജമായ അജ്ഞാനം അതിലുള്ളത് കൊണ്ട് എന്തു പറ്റും? ആ നിത്യജ്ഞാനത്തിന്റെ പ്രകാശം നമുക്ക് കിട്ടണില്ല. പരമാത്മ സത്യം അറിയാതെ നമ്മൾ ആ മായാപ്രകൃതിയിലേക്ക് ലയിക്കും. അപ്പോൾ അതും അന്ധകാരം തന്നെയാണ്, അതും ഇരുട്ട് തന്നെയാണ്. അതായത് ജഡത്വത്തെ കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ട് ആ സത്യത്തിൽ നിന്ന് അകന്നു പോകുന്ന ശക്തിയെയാണ് അസംഭൂതി എന്ന് പറയുക. അതായത് മനുഷ്യജന്മം കിട്ടിയിട്ടും അതിനെ സാർത്ഥകമാക്കാതെ ഉണ്ടു ഉറങ്ങിയും കണ്ണിൽ കാണുന്നത് സത്യമെന്ന് കരുതി ഒരു നിമിഷം പോലും ഇരുന്ന് ഇതിൻ്റെ നശ്വരതയെയും ഒന്നും ചിന്തിക്കാതെ അങ്ങ് മറിഞ്ഞു പോകുന്നവരെ ജഡത്വം വർദ്ധിപ്പിച്ച് ഇരുട്ടിൽ തന്നെയാണ് ചെന്ന് പതിക്കുന്നത്. ഇത് തന്നെയാണ് ഗുരു ജനനീ നവരത്ന മഞ്ജരിയിൽ പറഞ്ഞിരിക്കുന്നു. ഉണ്ടായി മാറുമറിവുണ്ടായി മുന്നം ഇതു കണ്ടാടുമംഗമകവും കൊണ്ടായിരം തരമിരുണ്ടാശയം പ്രതി ചുരുണ്ട് ആ മഹസ്സിൽ മറയും കണ്ടാലും ഈ നിലയിലുണ്ടാകയില്ലറിവ് അഖണ്ഡാനുഭൂതിയിലും. ഇത് തന്നെയാണ് അവിടെ ഈ അതായത് ഉണ്ടായി നിലനിന്ന് മറയുന്ന ഈ നാമരൂപങ്ങളെ സത്യമെന്ന് കരുതി ഉറച്ച് അതിലെ മനസ്സ് കൊടുത്ത് വാസന കൂട്ടി ജീവിക്കുന്ന നാം. അതാ പറയാ, ഉണ്ടായി നിലനിന്ന് മറയുന്ന ഈ അറിവിനെ കണ്ടിട്ട് ആ അംഗവും അകവും കൊണ്ടാടി ഇന്ദ്രിയങ്ങളും മനസ്സും അതിൽ കൊടുത്ത്
ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഒരു മരഞ്ചാടിയെ പോലെ ഭ്രമിച്ച് 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 അംഗവും അകവും കൊണ്ട് ഈ അന്ധകാരത്തിലേക്ക് നമ്മൾ ഭ്രമിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ഇരുണ്ടു പോവുകയാണ് ആത്മസ്വരൂപം. 1000 തരം ഇരുടും. 1000 ചിത്തസങ്കല്പങ്ങളിൽ പെട്ട് 1000 തരത്തിൽ നമ്മുടെ ആത്മസ്വരൂപം കൂടുതൽ കൂടുതൽ ഇരുളാർന്നു വരും. അതായത് കനല് ചാരം മൂടി അത് അതിൻ്റെ തെളിവ് കെട്ടുപോകുന്നത് പോലെ ഈ ജഡസങ്കല്പങ്ങൾ വന്ന് ആത്മസ്വരൂപത്തെ മറയ്ക്കുന്നു. 1000 തരം ഇരുണ്ടിട്ട് അവസാനം ഈ ഇരുണ്ട ജീവനാണ് ആ മഹസ്സിൽ മറയുന്നത്, ആ മൂലപ്രകൃതിയിലേക്ക് മൂല അജ്ഞാനത്തിലേക്ക് മറയുന്നത്. ഗുരു പറയുക, ഈ നിലയിൽ കണ്ടാലും അഖണ്ഡാനുഭൂതിയിലും അറിവുണ്ടാകുകയില്ല. ഈ ലയം, ഈ എന്താ പറയുക, മായാപ്രകൃതിയിലേക്ക് ലയിക്കുന്നത് പരമാത്മ സ്വരൂപത്തിൽ ലയിക്കുന്ന ലയമല്ല. അവിടെ അജ്ഞാനമുണ്ട്, ഇരുണ്ടിട്ടാ പോയേക്കണേ. പക്ഷെ അവിടെ തെളിവാർന്ന് പോണെങ്കിൽ ഇനി ഒരിക്കലും ഒരു തിരിച്ചുവരവില്ലാത്ത രീതിയിൽ ജന്മസാഫല്യം നമുക്ക് കിട്ടും. ഈ ഉപനിഷത്ത് വേദാന്തത്തിൻ്റെ ഉന്നത തലമാണ്. നമ്മൾ വീണ്ടും കേട്ടൊക്കെ വരുമ്പോൾ നമുക്കിതിനെക്കുറിച്ച് കുറച്ച് ഒരു ജ്ഞാനം നമ്മിലേക്ക് തെളിഞ്ഞു വരും. അപ്പോൾ വെറുതെ കേട്ടോളൂ, വെറുതെ കേൾക്കുക, ആ സീഡ് അവിടെ കൊടുക്കുക. അത് തീർച്ചയായും ജഗദീശ്വരൻ അനുഗ്രഹിച്ച് അത് മുളയ്ക്കും. നമ്മൾ അനുഭവം ഇല്ലാത്തവരല്ലേ ഇത് പഠിപ്പിക്കുന്നത് പറയുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് അത് തെളിയിക്കണമെങ്കിൽ ഗുരുവിൻ്റെ കാരുണ്യം നമുക്ക് വേണം. ആ കാരുണ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ വേദാന്ത വിചാരം നടത്തേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, അസംഭൂതിയെ ആരാധിപ്പവർ അന്ധതമസ്സിലും, ഈ ജഡത്തെ ആരാധന ചെയ്തുകൊണ്ട് ഇവിടുന്ന് കടന്നു പോകുന്നവർ കൂരിരുട്ടിലാണ് പ്രവേശിക്കുന്നത്. വീണ്ടും വരും. ഇനി പകുതിക്ക് വെച്ച് ഈ ശരീരം അങ്ങ് നശിപ്പിക്കാന്ന് വെച്ചാലോ, താങ്ങാനാവാതെ നശിപ്പിക്കാന്ന് വെച്ചാലോ, എവിടെ നിന്നാണോ നശിപ്പിച്ചാൽ അവിടെ നിന്നായിരിക്കും പിന്നെയും തുടങ്ങുക, അല്ലേ? അപ്പോൾ ഈ സത്യം അറിഞ്ഞുകൊണ്ട് ജീവിച്ചാൽ നമുക്ക് ഈ അന്ധകാരത്തെയൊക്കെ മാറ്റാൻ സാധിക്കും. അതായത് അസംഭൂതി അഥവാ വിനാശം എന്ന പേരും കൂടി നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ മന്ത്രത്തിൽ അസംഭൂതിക്ക് വിനാശം, നാശം എന്ന അർത്ഥം കൂടി പറഞ്ഞു. അതായത് ഈ നാശം ആത്മസ്വരൂപത്തിൽ സംഭവിക്കുന്ന ചെറിയ ഭാവപ്രകടനങ്ങൾ മാത്രമാണ്. ഉണ്ടാകലും നിലനിൽക്കലും മറയലും ഒക്കെ ആത്മസത്യത്തിൽ നടക്കുന്ന ചെറിയ മാറ്റം. നമ്മുടെ സ്വഭാവത്തിൽ ചിലപ്പോൾ ചിരിക്കും, നമ്മൾ ചിലപ്പോൾ കരയും, ചിലപ്പോൾ ആർത്ത് ഉല്ലസിക്കും. ഇതൊക്കെ നമ്മുടെ ആത്മപ്രകൃതിയിൽ മാറി വരുന്ന മാറ്റങ്ങളാണല്ലോ. അതുപോലെ ഈ ജനനവും മരണവും നിലനിൽക്കലും ഒക്കെ ആത്മപ്രകൃതിയിൽ സംഭവിക്കുന്ന വെറും ഭാവപ്രകടനങ്ങൾ മാത്രമാണ്. അതിൽ ഒരു വ്യക്തിഭാവം ലയിക്കുമ്പോൾ അതിനെ മരണമെന്നും ഈ പ്രപഞ്ചത്തിന്റെ ലയത്തെ പ്രളയമെന്നും പറയും. വ്യക്തിഭാവം ലയിക്കുമ്പോൾ അതിനെ മരണം എന്ന് പറയും. നമ്മൾ പ്രപഞ്ചത്തിന്റെ വിലയത്തിന് നമ്മൾ പ്രളയം എന്ന് പറയും. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ സ്ഥൂല ജഡത്തെയും അതുപോലെ തന്നെ കാരണമായ മായാശക്തിയെയും ഒക്കെ ആരാധന ചെയ്യുന്നവർ, ഉപാസന ചെയ്യുന്നവർ ഇരുട്ടിൽ തന്നെയാണ്, അന്ധം തമസിൽ പ്രവേശിക്കുന്നു. വാസ്തവത്തിലുള്ള പരമസത്യത്തിന് ഒരിക്കലും ഒരു പരിണാമത്തിനും നാശത്തിനും ഒന്നും പരമസത്യം വിധേയമാകുന്നില്ല. സത്യമല്ലാത്തത് മാത്രമേ നശിക്കുകയുള്ളൂ എന്നറിയുക. അപ്പോൾ അതായത് ജീവിതകാലം അത്രയും ഈ മരണത്തെ കണ്ടുകൊണ്ട്, ഈ വിനാശത്തെ ആലോചിച്ചുകൊണ്ട് ഭയത്തോടുകൂടി ജീവിക്കുന്ന നാം കൂരിരുട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത് എന്നാണ് പറയുന്നത് ഋഷിമാര്. അവിദ്യയെ ആരാധിപ്പവർ അന്ധതമസ്സിലും പോകുന്നു, സംഭൂതിരതർ അതേക്കാൾ കൂരിരുട്ടിലും. ഇനി ഇത് അവിദ്യാമാർഗമാണെന്ന് അറിഞ്ഞ് അതിൽ നിന്ന് വിദ്യാമാർഗത്തിലൂടെ സഞ്ചരിച്ചു എന്ന് വെച്ചോ, അവിടെയും ചില കടമ്പകൾ കടക്കാനുണ്ട്. അവിടെയും നമ്മൾക്ക് സത്യത്തിൽ നിന്ന് ഏത് സമയത്തും പിന്തിരിഞ്ഞു പോകാവുന്ന ഒരവസ്ഥയുണ്ട് എന്ന് ഋഷി കാണിക്കുകയാണ്. കാരണം ഇത് അനുഭവിച്ചവരുടെ വാക്കുകളാണിത്. അപ്പോൾ പറയാ, ഏ സംഭൂത്യാം രഥാഹ തേ തതഹ ഭൂയൈവ തമഹ പ്രവിശന്തി. ഏ സംഭൂത്യാം രഥാഹ, ഇനി അവിദ്യാമാർഗത്തെ വിട്ട് സംഭൂതി എന്ന് പറഞ്ഞാൽ എന്താ? ഉണ്ടാവുക എന്നർത്ഥം. ഉണ്ടാവുക, സമ്യക്കായ ഭവിക്കലാണ് സംഭൂതി. ശ്രേഷ്ഠമായ ഉണ്ടാകൽ, അതായത് സർഗാത്മകമായ രചന. അതിലെ ഉണ്ടാകുന്നത് എന്ത് ആയിക്കോട്ടെ, അത് സത്യാനുഭവത്തിലേക്ക് എത്തിച്ച് പ്രകാശം പരത്തുന്നതാണെങ്കിൽ അത് സംഭൂതിയാണ്.
ഏത് അനുഭവവും സത്യത്തിലേക്ക് അടുപ്പിക്കുന്ന ശക്തിയാണെങ്കിൽ, പ്രകാശാത്മകമാണെങ്കിൽ അത് സംഭൂതിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഈ ലോക ജീവിതത്തിൽ ഉപാസന ചെയ്യുന്നത് മുഴുവൻ ഇരുട്ടിനെയാണ്. ഇരുട്ട് കൂടി 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 ഈ ലോക ജീവിതം അങ്ങ് ഗുരു പറഞ്ഞ പോലെ ആത്മവിദ്യക്ക് സങ്കോചം വന്നിട്ട് ഈ ലോകം ഏതാണ്ട് കൂരിരുട്ട് വ്യാപിച്ചിട്ട് പിശാച നഗരം പോലെ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് ഉപനിഷദ് ഋഷിയുടെ വെളിച്ചത്തെക്കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അതും ഈ ഭൂമിയിലെ ചില അനുഗ്രഹങ്ങളൊക്കെ തന്നെയാണ്. നമുക്കൊക്കെ അത് ഇങ്ങനെ പറയാനും കേൾക്കാനും ഋഷിവചനങ്ങളെ ഒന്ന് എടുത്തു പറയാനൊക്കെ സാധിക്കുന്നത് ഒരു പുണ്യമാണ്. മനസ്സിലായിക്കൊള്ളട്ടെ, ഇല്ലാതെ ആയിക്കൊള്ളട്ടെ, എങ്കിലും ഇതൊക്കെ ഒന്ന് ഈ ഋഷികടം നമുക്ക് തീർക്കുന്നത് വലിയ പുണ്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ പറയാണ്, വിദ്യാമാർഗത്തിലെ അനുഭവഘട്ടങ്ങളിൽ രമിച്ചു നിന്നു പോകരുത്. നമ്മൾ പരമാത്മ സത്യത്തിലേക്ക് അടുക്കുമ്പോൾ വെളിച്ചം കണ്ടു തുടങ്ങും. അറിവിൻ്റെ വെളിച്ചം, വിദ്യാശക്തിയുടെ അല്ലെങ്കിൽ ആത്മസ്വരൂപത്തിൻ്റെ വെളിച്ചം നമുക്ക് കണ്ടു തുടങ്ങും. അപ്പോൾ ആ കണ്ടു തുടങ്ങുമ്പോൾ അവിടെയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് കരുതി അവിടെ നിന്നു പോകരുത്. അവിടെ നിന്ന് നമ്മൾ സഞ്ചരിക്കണം എന്നർത്ഥം. അതായത് ധാരാളം ആത്മീയമായ അനുഭൂതി അനുഭവിക്കുമ്പോൾ ഒരു യോഗിയിൽ അനുഭവപ്പെടുന്ന അലൗകികമായ ഒരു അനുഭവമുണ്ട്. അപ്പോൾ താൻ ലക്ഷ്യത്തിലെത്തിയെന്ന് അവിടെ വെച്ച് നമ്മൾ ഭ്രമിച്ചു പോകരുത്. അവിടെ നിന്ന് നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ സിദ്ധികളിൽ നമ്മൾ രമിക്കാതെ, കരഗതമാകുന്ന സിദ്ധികളിൽ രമിക്കാതെ ആ യാത്ര തുടരേണ്ടതുണ്ട് എന്ന് അനുഭവിച്ച ഋഷിമാർ പറയുന്നു. കൂരിരുട്ടിലേക്ക് നമ്മൾ പതിച്ചു പോകും എന്നർത്ഥം. ഇല്ലെങ്കിൽ അതിൽ രമിച്ചു പോയാൽ നമ്മൾ കൂരിരുട്ടിൽ പതിക്കും. അതുകൊണ്ടാണ് ഉപനിഷദ് ഋഷി കൂരിരുട്ടിൽ പതിക്കും എന്ന് പറയാൻ കാരണം, അവിദ്യാമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന, ഇപ്പൊ നമ്മളെയൊക്കെ പോലെ ഭൗതിക വസ്തുക്കളിൽ എൻ്റേതെന്ന ബുദ്ധി വെച്ച് ജീവിക്കുന്ന, ജഡത്തെ ആരാധിച്ച് ഉപാസന ചെയ്ത് കഴിയുന്ന മനുഷ്യർക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയെങ്കിലും ഉണ്ട്. തിരിച്ച് വിദ്യാമാർഗത്തിലേക്ക് വരാം. പക്ഷെ വിദ്യാമാർഗത്തിൽ വന്നിട്ട് പതിച്ചു പോകുന്നവര് ജീവിതത്തിൽ പിന്നെ ആ കൂരിരുട്ടിൽ നിന്ന് കരകയറാൻ പറ്റില്ല. അത് അത്രയും അവരെ അവരുടേതായ ആ ഒരു എന്താ പറയുക, ആത്മപ്രകൃതിയിൽ നിന്നുള്ള ആ കുറ്റബോധം, അതിനെയാണ് ഈ കൂരിരുട്ടെന്ന് പറയുക. അത് അവരെ തകർത്തു കളയും. പതിച്ചു പോകുമ്പോഴേ വലിയ ആത്മീയ അനുഭൂതിയിലേക്ക് എത്തിയിട്ട് തിരിച്ചിറങ്ങി ഈ ജഡത്തിനെ ഉപാസന ചെയ്ത് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അത് പതനം തന്നെയാണ്. അപ്പോൾ അവിടെ പതിക്കരുതേ, പതിച്ചു പോകരുതേ, യാത്ര തുടരണേ എന്ന് ഋഷിമാർ പറയുകയാണ്. അതായത് ആത്മീയതയിൽ നമ്മൾ കുറേയൊക്കെ എത്തിക്കഴിയുമ്പോൾ ഇതൊക്കെ വിട്ടിട്ട് നമുക്ക് മറ്റേതെങ്കിലും വഴിയിലൂടെ സഞ്ചരിക്കാമെന്ന് കരുതി പോയേക്കല്ലേ. കാരണം ജന്മാന്തരങ്ങളായി കിട്ടിയ പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് ഈ സത്യമാർഗത്തിലൂടെ സഞ്ചരിക്കാനും ഉപനിഷത്ത് കേൾക്കാനൊക്കെ ഫലമുണ്ടായത്. ഇത് കേട്ടിട്ട് ഇനി എന്താ പുണ്യം എന്ന് കരുതിയിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ, ഇനിയിപ്പോൾ ഈ അവിദ്യയെ ഉപാസിച്ച് കഴിയാന്ന് കരുതി ഒന്നും തിരിച്ചു പോയേക്കരുത്. ഒത്തിരി പ്രയത്നിച്ചിട്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. അവിടെ നിന്ന് ഒരിക്കലും പതിച്ചു പോകരുത് എന്നാണ് പറയുന്നത്. അതായത് ഈ പ്രകാശം കണ്ടു തുടങ്ങുമ്പോൾ, സിദ്ധിവിശേഷങ്ങൾ കരഗതമാകുമ്പോൾ അവിടെ നിന്ന് അതിൽ രമിച്ചു പോയാൽ അത് സച്ചിദാനന്ദ പ്രാപ്തി അല്ലെന്നും കൂടുതൽ ഇനി സഞ്ചരിക്കാനുണ്ടെന്നും അറിഞ്ഞ് സഞ്ചരിക്കേണ്ടതുണ്ട് ഒരു യോഗി. അപ്പോൾ വിനാശത്തെ ഭയന്ന് കഴിയുന്നവരെക്കാൾ കൂരിരുട്ടിൽ പതിക്കുന്നു സംഭൂതിയിൽ രമിച്ചു പോകുന്നവർ എന്ന് പറയുകയാണ്. അസംഭൂതിയെ ഉപാസിക്കുന്നവരെക്കാൾ കൂരിരുട്ടിൽ പതിക്കുന്നു ശരിയായ ജ്ഞാനത്തിലെത്തി, വിദ്യാമാർഗത്തിലെത്തി ആ സിദ്ധികളിൽ രമിച്ചു പോകുന്നവർ എന്നാണ് ഇവിടെ ഈ മന്ത്രം കൊണ്ട് പറയുന്നത്. അതായത് സൂക്ഷ്മമായതിനെ സ്ഥൂലമായതിനെ ഉപാസന ചെയ്യുന്നവർ കൂരിരുട്ടിൽ പതിക്കും. സൂക്ഷ്മമായതിനെ അറിഞ്ഞ് അതിലേക്ക് ഉപാസന ചെയ്യുമ്പോൾ അതിൽ വരുന്ന ആ വെളിച്ചത്തിൽ രമിച്ചു പോകുന്നവർ ആദ്യം പറഞ്ഞ ആളുകളെക്കാൾ കൂരിരുട്ടിലേക്ക് പെട്ടുപോകുന്നു എന്നാണ് ഈ 12ാമത്തെ മന്ത്രം പറയുന്നത്. അന്ധം തമ പ്രവിശന്തി യേ അസംഭൂതിമുപാസതേ തദോ ഭൂയ ഇവ തേ തമോ യവു സംഭൂത്യാമൃതാഹ എന്ന് 14ാമത്തെ മന്ത്രം. ഇനി നമുക്ക് 12ാമത്തെ മന്ത്രം.
14ാമത്തെ തർജ്ജമ. ഇനി അടുത്ത മന്ത്രം നമുക്ക് നോക്കാം. ഇത് തന്നെയാണ്, അതുകൊണ്ടാണ് കണ്ടിന്യൂവേഷൻ ആണ്, നമ്മൾ അതിന്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതെ അടുത്ത മന്ത്രം 13ാമത്തെ മന്ത്രം നമ്മൾ കുറിച്ചു വെക്കുക. 13ാമത്തെ മന്ത്രം, അതിൽ ഗുരുവിന്റെ തർജ്ജമ വരുന്നത് 15ആണ്. അന്യദേവാഹു സംഭവാത്, അന്യദേവാഹുർ സംഭവാത്, അങ്ങനെയും ചൊല്ലാം. അവിടെ പിരിക്കുമ്പോൾ അന്യദേവാഹു എന്ന് പിരിച്ചാൽ മതി. അന്യദേവാഹുർ സംഭവാത്, അന്യദാഹുരസംഭവാത്, സംഭവവും അസംഭവവുമാണ് കേട്ടോ. അന്യദേവാഹു സംഭവാത്, അന്യദാഹുരസംഭവാത്. ഇതി ശുശ്രുമധീരാണാം ഏനസ്തദ്വിജചക്ഷിരേ, ഇതി ശുശ്രുമധീരാണാം ഏനസ്തദ്വിജചക്ഷിരേ. അന്യദേവാഹു സംഭവാത്, അന്യദാഹുരസംഭവാത്. ഇതി ശുശ്രുമധീരാണാം ഏനസ്തദ്വിജചക്ഷിരേ. സംഭൂതി കൊണ്ടുള്ളതന്യം അസംഭൂതി ചമന്യമാം എന്നു കേൾക്കുന്നിതോതുന്ന പണ്ഡിതന്മാരിൽ നിന്നു നാം. ഇനി ഇതിന്റെ മന്ത്രം ഒന്ന് പിരിച്ചു പറയാം നമുക്ക്. അന്യദേവാഹു സംഭവാത്, അന്യത് ഏവ ആഹുഹു സംഭവാത്, അന്യത് ഏവ ആഹുഹു സംഭവാത്, അന്യദേവാഹു സംഭവാത്. ടീച്ചർ ഒന്ന് പറഞ്ഞേ, എങ്ങനെയാ ഒന്നാമത്തെ വരി പിരിക്കുന്നത്? അന്യത് ഏവ ആഹുഹു സംഭവാത്, അന്യദേവാഹു സംഭവാത്. അടുത്തത് അന്യത് ആഹുഹു അസംഭവാത്, അന്യത് ആഹുഹു അസംഭവാത്. അതൊന്ന് കുറിച്ച് വെക്കണം, പദച്ഛേദം കുറിച്ച് വെക്കണേ. അന്യത് ആഹുഹു അസംഭവാത്, അന്യദാഹുരസംഭവാത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആഹുഹു എന്ന വിസർഗം സന്ധി ചേരുമ്പോൾ രേപമായി മാറുന്നതാണ്. അന്യദാഹുരസംഭവാത്. അന്യത് ആഹുഹു അസംഭവാത്, അന്യദാഹുരസംഭവാത്. രേഭം എവിടെ വരുന്നോ അവിടെയൊക്കെ വിസർഗം സന്ധി ചേരുമ്പോഴാണ് രേഭമായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് രസംഭവാത് എന്ന് വന്നത്. ഇവിടെ ശരിക്കും മൂലമന്ത്രത്തിൽ കിടക്കുന്നത് അന്യദേവാഹു സംഭവാത് അന്യദാഹു രസംഭവാത് എന്നാണ്. അപ്പൊ അവിടെ അന്യത് ഏവ ആഹുഹു സംഭവാത് എടുത്തിട്ട് അന്യത് ആഹുഹു അസംഭവാത്, സംഭവാത് അസംഭവാത്. സംഭൂതിയും അസംഭൂതിയും തന്നെ ഒന്നുകൂടെ പറയുകയാണ്. ഇതി ശുശ്രുമ ധീരാണാം യേ നഹ തത് വിജചക്ഷിരേ, നസ്തദ്വിജചക്ഷിരേ, നഹ തത് വിജചക്ഷിരേ. ചേർത്ത് പറയുമ്പോൾ നസ്തദ്വിജചക്ഷിരേ, യേ നഹ തത് വിജചക്ഷിരേ, യേ നസ്തദ്വിജചക്ഷിരേ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. അന്യദേവാഹു സംഭവാത്, അന്യദാഹുരസംഭവാത്. ഇതി ശുശ്രുമധീരാണാം യേ നസ്തദ്വിജചക്ഷിരേ. അതാണ് മന്ത്രം. ഗുരുവിന്റെ അതായത് വേർഡ് മീനിങ് നമ്മൾ വിശദീകരിക്കുക. അതിനു മുമ്പ് ഗുരുവിന്റെ തർജ്ജമയും കൂടി ഒന്ന് നോക്കാം. സംഭൂതി കൊണ്ടുള്ളതന്യം അസംഭൂതിജം അന്യമാം എന്നു കേൾക്കുന്നു ഇതോതുന്ന പണ്ഡിതന്മാരിൽ നിന്നും നാം. എന്നു കേൾക്കുന്നിത് ഓതുന്ന പണ്ഡിതന്മാരിൽ നിന്നും നാം. രണ്ടും ശരിയാന്നാണ് ടീച്ചർ പറഞ്ഞത് അല്ലെ ടീച്ചറെ? എന്നു ഒന്ന് പറഞ്ഞാൽ. ടീച്ചർ നമ്മുടെ മലയാളം പണ്ഡിറ്റാണ് കേട്ടോ. ടീച്ചറെ അവസാനത്തെ രണ്ടുപേരും ഒന്ന് പിരിച്ചു പറഞ്ഞേ. എന്നു
എന്നു കേൾക്കുന്നിതോതുന്ന പണ്ഡിതന്മാരിൽ നിന്നു നാം. എന്നു കേൾക്കുന്നു ഇത് ഓതുന്ന പണ്ഡിതന്മാരിൽ നിന്നും നാം. സോറി മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞു. ടീച്ചർ പറഞ്ഞോ അവസാനത്തെ രണ്ടുപേര്? എന്നു കേൾക്കുന്നു ഇത് ഓതുന്ന പറയാം. എന്നു കേൾക്കുന്നിത് പ്ലസ് ഓതുന്ന, അല്ലെങ്കിൽ കേൾക്കുന്ന, അത് വീണ്ടും പിരിക്കാം. കേൾക്കുന്ന പ്ലസ് ഇത് പ്ലസ് ഓതുന്ന. അത് ആ പദച്ഛേദം ഒന്ന് കേൾക്കുന്നിത് പ്ലസ് ഓതുന്ന. ടീച്ചർ അത് ആ പദച്ഛേദങ്ങളെല്ലാം ഒന്ന് ഗ്രൂപ്പിലേക്ക് എഴുതിയിടണം കേട്ടോ. ഈ രീതിയിലെല്ലാം നമുക്ക് അവിടെ പദപ്പിരിവ് നടത്താവുന്നതാണ് കേട്ടോ. ലോപസന്ധിയാണ് വരുന്നത്. വേർഡ് മീനിങ് എഴുതാം. ഓരോ പദത്തിന്റെയും വേർഡ് മീനിങ് നമുക്ക് നോക്കാം. സംഭവാത്. സംഭവാത് എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലായിരുന്നു നമ്മള്, അന്വയം പറഞ്ഞു ക്രോസ് ഓർഡറിൽ. അതായത് ഗദ്യരൂപത്തിനാണ് നമ്മൾ ക്രോസ് ഓർഡർ എന്ന് പറയാം. ആദ്യം പദ്യം ചൊല്ലുന്നു, മന്ത്രം ചൊല്ലുന്നു, അത് പദച്ഛേദം ചെയ്യുന്നു. ഇനി അതിന്റെ അന്വയം. അന്വയം സംഭവാത് അന്യത് ഏവ ആഹുഹു. സംഭവാത് അന്യത് ഏവ ആഹുഹു. അന്വയം. മന്ത്രം നന്നായിട്ട് പഠിക്കണം, എന്നും ഉപാസന ചെയ്യണം. നിങ്ങൾ ധൃതി പിടിച്ചൊന്നും ഓടി അതും ഇതും ഒക്കെ പഠിച്ചു പാഞ്ഞൊന്നും നടക്കണ്ട. ശാന്തമായിരുന്നു, ശാന്ത ഉപാസിത എന്ന് പറയും. ഇത് ഈ മന്ത്രം എടുത്തു കഴിയുമ്പോൾ ഈ ആഴ്ച മുഴുവൻ ഈ മന്ത്ര ഉപാസന ചെയ്താലും മതി. അപ്പോൾ നന്നായി പഠിക്കുക മന്ത്രം. സംഭവാത് അന്യത് ഏവ ആഹുഹു. അസംഭവാത് അന്യത് ആഹുഹു. അന്വയാണ് പറയണം കേട്ടോ. സംഭവാത് അന്യത് ഏവ ആഹുഹു. അസംഭവാത് അന്യത് ആഹുഹു. ഒരിടത്ത് ഏവ ഉണ്ട്, അടുത്ത വരിയിൽ അസംഭവാത് അന്യത് ആഹുഹു. അടുത്ത സെന്റൻസ് യേ നഹ. നാലാമത്തെ വരിയാണ്. യേ നഹ. നഹ എന്ന് പറഞ്ഞാൽ നാ എഴുതി രണ്ട് കുത്തിടുന്ന വിസർഗം. അതിന് വിസർഗം എന്ന് പറയും കേട്ടോ. നഹ അതിന്റെയൊക്കെ അർത്ഥം പറഞ്ഞു തരാം. യേ നഹ എന്ന് പറഞ്ഞാൽ നാ എഴുതി വിസർഗം ഇടുക, രണ്ട് കുത്ത്. യേ നഹ തത് തത് തത്ത് 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 വിജചക്ഷിരേ. 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 അത് ചേർത്ത് പറയുമ്പോൾ തദ് വിജചക്ഷിരേ എന്ന് നമ്മൾ പറയില്ലേ. യേ നഹ തത്ത് വിജചക്ഷിരേ. വിജചക്ഷിരേ. ധീരാണാം. ധീരാണാം ഇതി ശുശ്രുമ. ധീരാണാം ഇതി ശുശ്രുമ. ശുശ്രുമ കേൾക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ധീരാണാം ഇതി ശുശ്രുമ. അന്വയം ഒന്നുകൂടെ പറയാം. സംഭവാത് അന്യത് ഏവ ആഹുഹു. അസംഭവാത് അന്യത് ആഹുഹു. യേ നഹ തത് വിജചക്ഷിരേ. യേ നഹ തത് വിജചക്ഷിരേ. ധീരാണാം ഇതി ശുശ്രുമ. ആരെങ്കിലും ഒന്ന് പറയാമോ? പങ്കജൻ സാർ ഒന്ന് പറയാമോ ഗദ്യരൂപം? നിങ്ങൾ ഇത് ഫോളോ ചെയ്യുന്നുണ്ടോന്നൊന്നും അറിയണ്ടേ? സംഭവാത് അന്യത് ഏവ ആഹുഹു. അസംഭവാത് അന്യത് ആഹുഹു. യേ നഹ തത് വിജചക്ഷിരേ. ധീരാണാം ഇതി ശുശ്രൂമ. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഓരോ പദങ്ങളുടെ അർത്ഥം എന്താണെന്ന് പരിശോധിക്കാം. സംഭവാത്. ഇവിടെ സംഭൂതി തന്നെയാണ് സംഭവം, വിദ്യാശക്തി തന്നെയാണ് സംഭവം. അതായത് സംഭവ രൂപത്തിലുള്ള വിദ്യ കൊണ്ട്, അതായത് വിദ്യാശക്തി അഥവാ സംഭൂതി കൊണ്ടുള്ള ഫലം, സംഭൂതിയിൽ നിന്നുള്ള ഫലം. പഞ്ചമി വിഭക്തിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് സംഭവാത് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ സംഭവം എന്നുള്ള അർത്ഥമല്ല, സംഭൂതി തന്നെയാണ്.
വിദ്യാശക്തി തന്നെയാണ്. സംഭവ രൂപത്തിലുള്ള വിദ്യാശക്തി കൊണ്ട് അഥവാ സംഭൂതി കൊണ്ടുള്ള ഫലം, വിദ്യാശക്തി കൊണ്ടുള്ള ഫലം അന്യത് ഏവ ആഹുഹു. അന്യത് എന്ന് പറഞ്ഞാൽ വേറെ. അന്യത് ഏവ വേറെ തന്നെ. ഏവ തന്നെ. അന്യത് ഏവ വേറെ തന്നെ എന്ന് ആഹുഹു പറയപ്പെടുന്നു. വിദ്യാശക്തി കൊണ്ട് ലഭിക്കുന്ന ഫലം വേറെയാണ് എന്ന് പറയുന്നു. പറയുന്ന ധീരന്മാരായ ആനുഭൂതികമായി അനുഭവിച്ച ഋഷിമാരാണ് കേട്ടോ. നമ്മുടെ വാക്കല്ല ഇത്, ഋഷിമാരുടെ വാക്കാണ്. അന്യത്ത് ഏവ ആഹുഹു വേറെയാണ്, മറ്റൊന്നാണ് എന്ന് പറയുന്നു. എന്ത്? സംഭവാത്, സംഭവത്തിൽ നിന്നുള്ള, അതായത് സംഭൂതിയിൽ, കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ സംഭൂതിയിൽ നിന്നുള്ള, അതിന് മുന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞ വിദ്യാശക്തിയിൽ നിന്നുള്ള ആ ഫലം അന്യത്ത് ഏവ വേറെ തന്നെയാണ് എന്ന് തന്നെ, അത് തന്നെ ഏവ തന്നെയാണെന്ന് ആഹുഹു പറയപ്പെടുന്നു. ഇനി പറയാണ് അസംഭവാത്. അസംഭവാത് അതായത് അസംഭവ രൂപത്തിലുള്ള, അസംഭൂതി കൊണ്ടുള്ള, അവിദ്യ കൊണ്ടുള്ള ഫലം വേറെയാണ്. അവിദ്യ കൊണ്ടുള്ള ഫലം അസംഭൂതി എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ മന്ത്രത്തിൽ പറഞ്ഞു. അസംഭൂതി കൊണ്ടുള്ള ഫലവും വേറെയാണ്. സംഭൂതി കൊണ്ടുള്ള ഫലം സത്യത്തിലേക്ക് എത്തിക്കുന്നതും അസംഭൂതി കൊണ്ടുള്ള ഫലം നമ്മളെ ജനന മരണ പെരുങ്കടലിലിട്ട് കൂരിരുട്ടിലേക്ക് കൊണ്ടുപോകുന്നതുമാണ്. അപ്പോൾ അസംഭവാത് അന്യത് ആഹുഹു. അസംഭവാത് അസംഭവ രൂപത്തിലുള്ള അവിദ്യ കൊണ്ട്, അല്ലെങ്കിൽ വിനാശം കൊണ്ട്, അല്ലെങ്കിൽ അസംഭൂതി കൊണ്ട്, ഇതൊക്കെ നമ്മൾ പൂർവ്വ ശ്ലോകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പദങ്ങൾ പറയുന്നതെന്നേ ഉള്ളത്, കേട്ടൊന്നും പേടിക്കണ്ട. അസംഭവ രൂപത്തിലുള്ള, അല്ലെങ്കിൽ അവിദ്യാരൂപത്തിലുള്ള, അല്ലെങ്കിൽ അസംഭൂതിയുടെ ഫലം അന്യത് വേറെയാണെന്ന് ആഹുഹു പറയുന്നു. പറയുന്നത് ആരാണ്? ധീരന്മാർ. ഇനി ആരാണോ, ഏതൊരു ഋഷിയാണോ നഹ എന്ന് പറഞ്ഞാൽ ന ഇട്ട് 2 കുത്തിടുന്നതിനെ നഹ എന്ന് പറയും. നഹ എന്ന് പറഞ്ഞാൽ അസ്മഭ്യം, ഞങ്ങൾക്ക്, അല്ലെങ്കിൽ നമുക്ക് എന്ന് പറയാം. അസ്മഭ്യം, നമുക്ക്. ആരാണോ നഹ നമുക്ക്, തത് അക്കാര്യം. ഏത് കാര്യം? സംഭവം കൊണ്ടുള്ള, വിദ്യ കൊണ്ട് ലഭിക്കുന്ന ഫലം വേറെയാണ്. അവിദ്യ കൊണ്ട് ലഭിക്കുന്ന, അല്ലെങ്കിൽ അസംഭൂതി കൊണ്ട് ലഭിക്കുന്ന ഫലം വേറെയാണെന്ന് യാതൊരുവനാണോ, യാതൊരു ഋഷിയാണോ നഹ നമുക്ക് തത് വിജചക്ഷിരേ, തത് അക്കാര്യം വിജചക്ഷിരേ വിസ്തരിച്ചു പറഞ്ഞു തന്നിട്ടുള്ളത്. ഇപ്പൊ ഗുരു മരുത്വാമലയിൽ നിന്ന് അരുവിപ്പുറത്തേക്ക് അവതരിച്ചത് ഇത് വിസ്തരിച്ച് പറഞ്ഞു തരാനാ. ആ വിസ്താരമാണ് 64ഓളം കൃതികളിലും ശ്രുതിയുടെ മാർഗത്തെ അനുസരിക്കുന്ന സ്മൃതിയായ സനാതനധർമ്മത്തിലൂടെയും, അവിടുന്ന് പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിലൂടെയും, അവിടുന്ന് സ്ഥാപിച്ച ആശ്രമങ്ങളിലൂടെയും മഠങ്ങളിലൂടെയും എല്ലാം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ അനുഭൂതിയാണ്. ഈ സത്യത്തിലേക്ക് എത്തിക്കാനുള്ള വഴികളായിട്ടാണ് ഗുരു ആ ലോകസേവാ കേന്ദ്രങ്ങളൊക്കെ സ്ഥാപിച്ചത്. അപ്പോ ആരാണോ നഹ നമുക്ക് തത് വിജചക്ഷിരേ ഇക്കാര്യം വിസ്തരിച്ചു പറഞ്ഞു തന്നിട്ടുള്ളത്. വിസ്തരേണ പ്രതിപാദയേതി ഇത്യർത്ഥ. വിജചക്ഷിരേ എന്ന് പറഞ്ഞാൽ വിസ്തരിച്ച് പ്രതിപാദിച്ചു തരുന്നത്. ഇതി ശുശ്രുമ ഇതി ഇപ്രകാരമുള്ള ആളുകളിൽ നിന്നും, അല്ലെങ്കിൽ ഇപ്രകാരമുള്ള വാക്കുകൾ, ഈ ഋഷിമാരുടെ വാക്കുകൾ ശുശ്രുമ ആ വാക്കുകളിലൂടെ നാം കേട്ടിട്ടുണ്ട്. സംഭൂതിയുടെ ഫലം, അല്ലെങ്കിൽ സംഭവത്തിന്റെ ഫലം വേറെയാണെന്നും അസംഭവത്തിന്റെ ഫലം വേറെയാണെന്നും, വിദ്യാശക്തി കൊണ്ടുള്ള ഫലം വേറെയാണെന്നും അവിദ്യാശക്തി കൊണ്ട് ലഭിക്കുന്ന ഫലം വേറെയാണെന്നും ഇക്കാര്യം വിസ്തരിച്ച് പറഞ്ഞു തന്നിട്ടുള്ള ആ ധീരന്മാരായ ഋഷിമാരിൽ നിന്നും നാം കേട്ടിട്ടുണ്ട്. ഇത് ശുശ്രുമ കണ്ടോ. അപ്പൊ അവിടെ ഋഷി പറയുമ്പോൾ ചെയ്യുന്ന മര്യാദ കണ്ടോ. ഇത് ഞാൻ കണ്ടെത്തിയ അനുഭവമാണെന്നല്ല പറഞ്ഞത്. പൂർവ്വസൂരികളായ പൂർവ്വ അനുഭവ
യുക്തരായ മഹാപുരുഷന്മാരെ കൂടി ആ അനുഭവത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് അവരുടെ വാക്കുകളെയും കൂടി മാനിച്ചുകൊണ്ടാണ് ഇവിടെ ഋഷി ഒരു സത്യത്തെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ ചിജ്ജട ചിന്തനത്തിലൂടെ പറഞ്ഞത്, ഇത് നാം നമ്മൾ പറയില്ലേ, ഗുരുവിനെ എല്ലായിടത്തുനിന്നും മാറ്റി നിർത്തിയിട്ട് അറിയണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഗുരു എല്ലാത്തിനെയും ചേർത്ത് വെച്ച് അറിയാൻ നമ്മളെ പഠിപ്പിച്ചു. അതാണ് ഗുരു പറഞ്ഞത്, പകരുന്നു പരമ്പരയായി പലതും ഭഗവാനുടെ മായയഹോ വലുതേ. ആ പരമ്പരയായി പറഞ്ഞു തന്ന സത്യത്തെ തന്നെയാണ് ഗുരുവും പറഞ്ഞു തന്നത്. കാരണം സത്യം ഒന്നേ ഉള്ളൂ, പലത് പറയാനില്ല. അപ്പോൾ അതാണ് ഇവിടെ ഈ ഋഷി പറഞ്ഞു തരുന്ന ആ ഒരു സത്യം, അതാണ്. ഇനി ഗുരുവിന്റെ തർജ്ജമ നമുക്കൊന്ന് നോക്കിക്കേ. സംഭൂതി കൊണ്ടുള്ള ധന്യം. അതിലെ മന്ത്രത്തിൽ നിന്ന് പദം ഏതാന്ന് എടുത്ത് പറയാമോ? ഗുരുവിന്റെ തർജ്ജമ സംഭൂതി കൊണ്ടുള്ള ധന്യം. നമ്മളിപ്പോൾ അർത്ഥം പഠിച്ചു കഴിഞ്ഞു. ഇതിലേത് പദമാണ് ഈ സംഭൂതി കൊണ്ടുള്ള ധന്യം എന്നുള്ളത്? ഗുരുവിന്റെ തർജ്ജമ ഏത് മന്ത്രത്തിന്റെ തർജ്ജമയാണ്? ഏത് വാക്കുകളുടെ തർജ്ജമയാണ്? സംഭവ. ഓക്കെ, ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ നമുക്ക്? ഗുരു വേർഡ് ബൈ വേർഡ് എന്ന് മാത്രമല്ല, ആശയം ബൈ ആശയം എന്ന് മാത്രമല്ല, അനുഭൂതി ബൈ അനുഭൂതിയാണ് ഗുരു തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഈ ലോകത്ത് ഏത് പരമ ഋഷിമാരെടുത്താലും ഗുരുവിന്റെ തർജ്ജമ അതിൽ ഒരക്ഷരം ചേർക്കാൻ ആർക്കും ധൈര്യം ഉണ്ടാവില്ല. അത് ചേർക്കാൻ പറ്റത്തില്ല. വൃത്തം അനുഷ്ഠിപ്പ് ഒപ്പിച്ച് ആ അനുഭൂതിയെ ഒപ്പിച്ച് ആ മന്ത്രം അങ്ങനെ തന്നെ ഗുരു തർജ്ജമ ചെയ്ത് തന്നിരിക്കുന്നത് എത്ര അത്ഭുതമാണത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈശാവാസ്യോപനിഷത്ത് സംസ്കൃതത്തിൽ പഠിക്കാൻ പറ്റാത്ത ലോകരുടെ മുന്നിലേക്ക് ഗുരുവിന്റെ തർജ്ജമ പ്രചരിക്കപ്പെടണം. ശരിക്കും ഇപ്പോൾ ഓരോ ക്ലാസ്സിലും ഞാൻ എടുത്തെടുത്ത് പറയുന്നതാണ്. അപ്പോ സംഭൂതി കൊണ്ടുള്ള ധന്യം ഗുരു പറയാ, അന്യദേവാഹു സംഭവാത് എന്ന മന്ത്രത്തിന്റെ തർജ്ജമയാണ് സംഭൂതി കൊണ്ടുള്ള ധന്യം. അടുത്ത പറയാണ് അസംഭൂതിജം. അസംഭൂതിജം എന്ന് പറഞ്ഞാൽ അസംഭൂതിയിൽ നിന്നുണ്ടായ, അതിൽ നിന്നുണ്ടായ അസംഭൂതിജമന്യമാം അന്യദാഹുരസംഭവാത്. കണ്ടോ? എന്തെങ്കിലും ഉണ്ടോ നമുക്ക് അതിനകത്ത്? ഇനി ആ തർജ്ജമ മാത്രം വായിച്ചാൽ മതി. നമ്മൾ മന്ത്രം ഉറച്ചു. അസംഭൂതിജമന്യമാം അന്യദാഹുരസംഭവാത്. എന്നു കേൾക്കുന്നിതോതുന്ന പണ്ഡിതന്മാരിൽ നിന്നു നാം. ഒരു പറഞ്ഞ ആ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചേ. ഇത് ശുശ്രുമ, എന്നു കേൾക്കുന്നു, ഇത് ഓതുന്ന നസ്തദ്വിജചക്ഷിരേ അല്ലെ, ധീരാണാം പണ്ഡിതന്മാരിൽ നിന്നും. ധീരന് ഗുരു ഉപയോഗിച്ച വാക്കാണ് പണ്ഡിതന്മാരിൽ നിന്നും അല്ലെ. ഇത് ഓതുന്ന, ഇത് ശുശ്രുമ, എന്നു കേൾക്കുന്ന, ഇത് ഓതുന്ന പണ്ഡിതന്മാരിൽ നിന്നു നാം. ഇത് ശുശ്രുമ, പ്രകാരം കേൾക്കുന്നു, ധീരാണാം പണ്ഡിതന്മാരിൽ നിന്നും. തത് വിജചക്ഷിരേ, ആരാണോ ഞങ്ങൾക്കിത് പറഞ്ഞു തന്നതെന്ന് കൂടുതൽ വാക്കുകൾ അവിടെ ഉപയോഗിക്കുമ്പോൾ ഗുരു എന്നു കേൾക്കുന്നിത് ഓതുന്ന ഒറ്റ വാക്കുകൊണ്ട് ആ അത്രയും മന്ത്രത്തിന്റെ ആശയത്തെ ഗുരു ഒതുക്കി വെച്ച അത്ഭുതമാണ് കാണിച്ചത് തർജ്ജമയിലേക്ക് വന്നപ്പോൾ. അതാണ് ഇതി ശുശ്രുമധീരാണാം. ഇതി ശുശ്രുമ, ഇപ്രകാരം കേൾക്കുന്നു. ആരിൽ നിന്ന്? ധീരാണാം പണ്ഡിതന്മാരിൽ നിന്നും. ആരാണോ നഹ ഞങ്ങൾക്ക്, തത് വിജചക്ഷിരേ, ആരാണോ ഞങ്ങൾക്ക് ഈ അനുഭവത്തെ പറഞ്ഞു തന്നത്, അവരിൽ നിന്നും നാം ഇപ്രകാരം കേട്ടിട്ടുണ്ട് എന്നാണ് മന്ത്രം പറയുന്നത്. നമുക്കതിന്റെ വ്യാഖ്യാനം എന്താണെന്നൊന്ന് നോക്കാം. കാരണം കാര്യം ഒന്ന് തന്നെ ആയതുകൊണ്ട് ആണ് ഇത് പറഞ്ഞു പോകുന്നത് കേട്ടോ. നോക്കാം. വിദ്യ, ഒന്ന് ശ്രദ്ധിക്കണേ. വിദ്യ അവിദ്യ, സംഭൂതി അസംഭൂതി, സംഭവം അസംഭവം, ഇത് രണ്ടും തത്വത്തിൽ ഒന്ന് തന്നെയാണ്. ഇതെല്ലാം തത്വത്തിൽ ഒന്ന് തന്നെയാണ്. അപ്പൊ ഏതൊക്കെ മന്ത്രങ്ങൾ, എത്രാമത്തേക്ക് മന്ത്രങ്ങൾ വരും അവിടെ ഒന്ന് നോക്കിക്കേ. വിദ്യാശക്തിയെ പറഞ്ഞു തരുന്ന മന്ത്രം എത്രാമത്തെയാ? ആ മന്ത്രത്തിന്റെ എണ്ണം ഒന്ന് നോക്കണം കേട്ടോ. 8ാം മന്ത്രം അല്ലെ. 11, 9, 10, 11, 12, 13 അല്ലെ. ഇനി അടുത്തതിൽ അതിന്റെ എല്ലാം ഒരു കൺക്ലൂഷനാണ്.
ഇനി അടുത്ത ഭാഗം വരുമ്പോൾ ഇതിന് ഉപാസന കർമ്മത്തിലേക്ക് കിടക്കുക, ഉപാസനയിലേക്ക് കിടക്കുക. നമ്മൾ പറഞ്ഞു സംഹിതാ ഭാഗത്തുള്ള ഉപനിഷത്തായതുകൊണ്ട് കർമ്മവും കൂടി ചേർത്ത് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ നോക്കാം, വിദ്യ അവിദ്യ എന്ന് പറഞ്ഞാലും സംഭൂതി അസംഭൂതി എന്ന് പറഞ്ഞാലും സംഭവം അസംഭവം എന്ന് പറഞ്ഞാലും തത്വത്തിൽ ഒന്ന് തന്നെയാണ്. വിദ്യ തന്നെയാണ് സംഭൂതി, സംഭൂതി തന്നെയാണ് സംഭവം. അവിദ്യ തന്നെയാണ് അസംഭൂതി, അസംഭൂതി തന്നെയാണ് അസംഭവം. ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ ഇവയുടെ ഫലങ്ങൾ വേറെയാ. ഏതിൻ്റെ? സംഭൂതിയുടെയും അസംഭൂതിയുടെയും അല്ലെങ്കിൽ വിദ്യാശക്തിയുടെയും അവിദ്യാശക്തിയുടെയും ഫലങ്ങൾ വേറെയാണെങ്കിലും നമ്മൾ ഓർക്കേണ്ടത് രണ്ടിൻ്റെയും സമന്വയം കൊണ്ട് കൂടുതൽ ഉത്കൃഷ്ടമായ ഒരു ഫലം ഉണ്ടാകുമെന്ന് കാണിക്കാനാണ് ഇവിടെ പ്രത്യേകിച്ച് രണ്ടും വേറെ വേറെ പറയുന്നത്. അതായത് ജ്ഞാന കർമ്മ സമന്വയം. നമ്മൾ ഈ സത്യം അറിയാൻ പോകുന്ന ആൾ ആദ്യം അറിയുന്നത് ഈ പ്രപഞ്ചത്തെയല്ലേ. നമ്മൾ ആദ്യം കണ്ടത് നമ്മുടെ ശരീരത്തെയും ഈ പ്രപഞ്ചത്തെയൊക്കെയാണ്. അപ്പോൾ ആ പ്രപഞ്ചത്തെ കണ്ടിട്ടാണ് നമ്മൾ സത്യം അറിയണമെന്ന് തീരുമാനിച്ചത്. കാരണം എന്താ? ഇവിടെ എല്ലാം ഉണ്ടായി നശിച്ചു പോകുന്നു. ഈ ശരീരവും അനുനിമിഷം നീർക്കുമിള പോലെ ക്ഷയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇവിടെ എന്താ സത്യമുള്ളത് എന്ന് തെരഞ്ഞത് എപ്പോഴാ? ഈ നശ്വരതയെ കണ്ടിട്ടാണ് അതിനുപരി ഒരു സത്യമുണ്ടെന്ന് അന്വേഷിക്കാൻ ഒരു ജിജ്ഞാസ പുറപ്പെട്ടത്. അപ്പോൾ ഈ അസത്യത്തെ അറിഞ്ഞാണ് നമുക്ക് സത്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ജ്ഞാനത്തെയും കർമ്മത്തെയും സമന്വയിപ്പിക്കുക. അതിൻ്റെ ഫലങ്ങൾ വേറെ വേറെ ആണെങ്കിലും ഇതിൻ്റെയും രണ്ടും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് ഉത്കൃഷ്ടമായ ഫലം കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, ശ്രീനാരായണ ധർമ്മം എന്തിനാ പഠിക്കണേ? ഗുരുവിൻ്റെ കൃതികളെ ശ്രേഷ്ഠമായ ഉപനിഷത്ത് ദർശനം പറഞ്ഞു തരുന്ന ആ ജ്ഞാനവല്ലരികൾ പഠിച്ചാൽ പോരെ? എന്തിനാണ് ഈ ഗൃഹസ്ഥ ജീവിതത്തിലെ തത്വങ്ങളെ നമ്മൾ പഠിക്കണമെന്ന് നമുക്ക് തോന്നിയാൽ ഇവിടെ ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ശ്രുതേരിവാർത്ഥം സ്മൃതിരന്വഗച്ഛെന്ന് പറയാം. ശ്രുതിയുടെ അർത്ഥത്തെ തന്നെയാണ് സ്മൃതി പിന്തുടരുന്നത്. അതായത് ശ്രീനാരായണ ധർമ്മം നമുക്ക് തന്നത് എന്തിനാന്ന് വെച്ചാൽ ആ സ്മൃതിയിലൂടെ പറയുന്നത് അതിലേക്ക് എത്താൻ, ശ്രുതിയിൽ വേദത്തിലേക്ക് എത്താൻ, ജ്ഞാനത്തിലേക്ക് എത്താനുള്ള വഴിയാണ് സ്മൃതി. ശ്രീനാരായണ ധർമ്മം വേദം തന്നെയാണ്. ആ വേദത്തിൽ ഒരു ഗൃഹസ്ഥാശ്രമി അല്ലെങ്കിൽ ഒരു സന്യാസാശ്രമി അല്ലെങ്കിൽ ഒരു ബ്രഹ്മചര്യാശ്രമി എങ്ങനെ ജീവിക്കണം എന്ന് വേദാധിഷ്ഠിതമായിട്ടുള്ള ആ ഒരു ചര്യകളിലൂടെയാണ് ഗുരു പറഞ്ഞു തന്നിരിക്കുന്നത്. വേണമെങ്കിൽ വേദം എടുത്ത് പരിശോധിച്ചോളൂ. തിരുക്കുറൾ വേദത്തിലേക്ക് ഒത്തിരി ഭാഗങ്ങൾ ശ്രീനാരായണ ധർമ്മത്തിലേക്ക് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഓരോന്നും എടുത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതായത് നന്ദിനി പശു കാമധേനുവിനെ കാളിദാസൻ വർണ്ണിക്കുന്ന ഒരു ഭാഗമുണ്ട്. ശ്രുതേരിവാർത്ഥം സ്മൃതി മന്യഗച്ഛെന്ന് രഘുവംശത്തിൽ പറയുക. അതായത് എപ്രകാരമാണോ കാമധേനുവിനെ നന്ദിനി പശു പുറകെ അനുഗമിക്കുന്നത്, അതുപോലെ ഈ ശ്രുതിയെ പിന്തുടരാനാണ് സ്മൃതി തന്നേക്കുന്നത്. ഇത് വെറുതെ എടുത്ത് കളയാനുള്ള അല്ല ശ്രീനാരായണ ധർമ്മം. അതിലൂടെ വേണം നമ്മൾ ഈ ഗുരുവിൻ്റെ കൃതികളിലേക്ക് എത്താനും സത്യത്തിലേക്ക് എത്താനും. അപ്പോൾ ആദ്യം നമ്മൾ അനുഷ്ഠിക്കേണ്ടത്, പഠിക്കേണ്ടത്, അറിയേണ്ടത് ഗുരു തന്ന സ്മൃതിയാണ്. എന്നിട്ട് നല്ലൊരു കുടുംബജീവിതം, ഗൃഹസ്ഥാശ്രമിക്കാണ് മോക്ഷത്തിലേക്ക് എത്താനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ അവസരമുള്ളത്. സന്യാസം സ്വീകരിച്ച് കാഷായം സ്വീകരിച്ച് കാട്ടിലൊന്നും പോയി ഇരിക്കണ്ട, അല്ലെങ്കിൽ ആശ്രമത്തിൽ പോയി ഇരിക്കുകയും വേണ്ട. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പരിപാവനമായിട്ടുള്ള ആശ്രമം ഗൃഹസ്ഥാശ്രമമാണ്. അതിൽ ഗുരു പറഞ്ഞിരിക്കുന്ന ആ ആശ്രമം ജീവിക്കേണ്ട മര്യാദകൾ അനുസരിച്ച്, തത്വം അനുസരിച്ച് ജീവിച്ചാൽ നമ്മൾ എത്തുന്നത് ജ്ഞാനത്തിലേക്കാണ്. അവിടെ സംശയമൊന്നുമില്ല. അത് വേദത്തിൽ എത്താനുള്ള വഴിയാണ് ആ സ്മൃതിയായിട്ട് ഗുരു പറഞ്ഞു തരുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്, ജ്ഞാനവും കർമ്മവും സമന്വയിച്ചാൽ നമ്മൾ എത്തിച്ചേരുന്നത് ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു ഫലത്തിലേക്ക് തന്നെയാണ് എന്നുള്ളതും നമ്മളിവിടെ അറിയേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞില്ലേ, വിദ്യാവിദ്യകൾ രണ്ടും കണ്ടറിഞ്ഞവർ അവിദ്യയാൽ മൃത്യുവെ തരണം ചെയ്ത് വിദ്യയാൽ അമൃതാർന്നിടും എന്ന് പഠിച്ചു പോയതാ, മറന്നു പോകരുത്. വിദ്യയെയും അവിദ്യയും രണ്ടിനെ അറിഞ്ഞു. എന്നിട്ട് ഈ അവിദ്യാശക്തിയിൽ ഇരിക്കുന്ന, ഈ പ്രപഞ്ചത്തിൽ ഇരിക്കുന്ന സകലതും നാശമുള്ളതാണെന്ന്
അറിഞ്ഞിട്ട് ആ മൃത്യുവെ തരണം ചെയ്ത് നാശരഹിതമായ ആ വസ്തുവിലേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണ്. വിദ്യാശക്തിയിലേക്ക് നമ്മൾ സഞ്ചരിക്കണം. മൃത്യുവെ തരണം ചെയ്ത് വിദ്യയാൽ അമൃതാർന്നിടും. ഇത് നാശമുള്ളതാണെന്ന് അറിഞ്ഞിട്ട് ആ നാശമില്ലാത്തതിനെ തേടി നമ്മളൊരു യാത്രയുണ്ട് വിദ്യാശക്തിയിലേക്ക്. അപ്പോൾ ആദ്യം ഈ പ്രപഞ്ചത്തെ നമ്മൾ അറിയണം എന്നർത്ഥം. നമ്മുടെ ശരീരത്തെ അറിയണം, പ്രപഞ്ചത്തെ അറിയണം. അതിനുശേഷമാണ് നമ്മൾ അതിനതീതമായ സത്യത്തിലേക്ക് സഞ്ചരിക്കാനുള്ളത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തെ അറിയില്ല, ഈ പ്രപഞ്ചത്തെ അറിയില്ല. എന്നിട്ട് നമ്മൾ സത്യം പഠിക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളോട് ചോദിക്കാറില്ല, എന്തുകൊണ്ടാണ് ടീച്ചറെ ഇതൊക്കെ പഠിച്ചിട്ടും ഈ ദുഃഖം മാറാത്തത്, എന്തുകൊണ്ടാണ് ടീച്ചറെ ആസക്തി മാറാത്തേ എന്നൊക്കെ നമ്മൾ ചോദിക്കണില്ലേ? എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ ശരീരത്തെക്കുറിച്ച് ശരിയായി പഠിച്ചിട്ടില്ല. ബയോളജിക്കലി പഠിക്കാനല്ല പറയുന്നത്, താത്വികമായി ശരീരത്തെ പഠിച്ചിട്ടില്ല, പ്രപഞ്ചത്തെ പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ദുഃഖം മാറാത്തത്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ ശരിക്കും വിചാരം ചെയ്തിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് എന്തിന്റെ ശക്തി കൊണ്ടാണെന്ന് നമ്മൾ വിചാരം ചെയ്തിട്ടില്ല. ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്ന മനസ്സിന്റെ ശക്തി കൊണ്ടാണെങ്കിൽ ഈ മനസ്സെങ്ങനെ ഉണ്ടായതെന്ന് നമ്മൾ നേരായിട്ട് പഠിച്ചിട്ടില്ല. മനസ്സിനും മനസ്സായി നിൽക്കുന്ന ശക്തി ഏതൊന്നും നമ്മൾ നേരായിട്ട് പഠിച്ചിട്ടില്ല. അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇന്ദ്രിയ വശകരായി ദുഃഖത്തിൽ പെട്ട് പിന്നെയും ഇങ്ങനെ അലിഞ്ഞു നടക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഏകദേശം ഋഷി ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഈ സത്യത്തെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതായത് സംഭൂതിയുടെ മാർഗം പിന്തുടർന്നാൽ നമുക്ക് സത്യാനുഭൂതിയിലേക്ക് എത്താം നമ്മൾ പറഞ്ഞു. ഇനി അസംഭൂതിയുടെ മാർഗം പിന്തുടർന്നാൽ അവസാനമില്ലാത്ത ജനന മരണ പെരുങ്കടലിൽ നമുക്ക് വിട്ടുപോകാം. അപ്പോൾ നമ്മൾ പിടിച്ചിരിക്കുന്ന അസംഭൂതിയാണ്. വിട്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബാങ്കിൽ പൈസ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാനേ പറ്റില്ല എന്ന് നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. നാളെ ഒരിക്കൽ ബാങ്കിൽ പൈസ ഇല്ലാതെ വന്നാലും നമ്മൾ ജീവിക്കും, ഒരു സംശയം അവിടെ ഇല്ല. പക്ഷെ നമ്മൾ എന്നിട്ടും വയ്ക്കും അത് നഷ്ടപ്പെട്ടു പോയാൽ എൻ്റെ ജീവിതമേ ഇല്ല എന്നാണ്. അപ്പോൾ അതിനൊക്കെ മേലെ ഒരു ശക്തിയുണ്ട് എന്നെ നിയന്ത്രിക്കുന്നത്, സർവ്വതിനെയും നിയന്ത്രിക്കുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. പൂർണ്ണമായി നമുക്ക് വിശ്വാസം വരുന്നിട്ടില്ല. വെറുതെയാണ് അതൊക്കെ. ഇന്ന് ബാങ്കിൽ അടച്ചു വെച്ചിരിക്കുന്ന പൈസയും അല്ലെങ്കിൽ നമ്മൾ കണ്ടുവച്ചിരിക്കുന്ന നമ്മുടെ മക്കളും നമ്മുടെ എന്നും കൂട്ടുണ്ടാവും എന്ന് കരുതുന്നവരൊന്നും നമുക്ക് അതല്ല ശരിയായ കൂട്ട് എന്ന് നമ്മൾ ചിന്തിച്ചെടുത്ത് മനസ്സിലാക്കിയാൽ നമ്മുടെ ഈ ദുഃഖം കുറയും. ഇത്രയേ ഉള്ളൂ. ബാങ്കിലിരിക്കുന്ന പൈസ കൊണ്ട് നമുക്ക് ഇത്തിരി വെള്ളം കുടിച്ചാൽ പറ്റാത്ത രീതിയിൽ നമ്മുടെ ആരോഗ്യം മോശമായ ആ പൈസ കൊണ്ട് എന്താ പ്രയോജനമുള്ളത്? ഒരു പ്രയോജനമില്ല. അത് എവിടെയെന്ന് പറയാൻ പോലും നാക്ക് പൊങ്ങില്ല അവസാന സമയത്ത് നമുക്കല്ലേ. അപ്പോഴും നമ്മൾ അറിയേണ്ടത് എല്ലാത്തിനും കാരണമായിരിക്കുന്ന ആ ചൈതന്യത്തെയാണ് നമ്മൾ അറിഞ്ഞ് അതിനെ നേടണമെന്നൊരു പ്രാർത്ഥനയെങ്കിലും നമുക്ക് വേണമെന്നേ പറയുന്നുള്ളൂ. അപ്പോൾ 13-ാം മന്ത്രത്തിൽ പറയുന്ന സംഭവവും അസംഭവവും സംഭൂതിയും അസംഭൂതിയും തന്നെയാണ് എന്നാണ് പറയാനുള്ളത്. അടുത്ത പറയാണ്, എന്ന് കേൾക്കുന്നിതോതുന്ന പണ്ഡിതന്മാരിൽ നിന്നു നാം. ഓരോ വാക്കും അറിവിന്റെ പൂർണ്ണതയിൽ നിന്നാണ് ഋഷിമാർ പറയുന്നതെങ്കിലും പൂർവാചാര്യന്റെ സമ്മതിയെ എടുത്തു കാണിക്കുകയാണ്. പണ്ഡിതന്മാർ ഇപ്രകാരം പറയുന്നു. ഈ പറഞ്ഞ ഋഷി പണ്ഡിതനും ധീരനും സത്യം അനുഭവിച്ചവനുമാ. പക്ഷെ പറയുന്ന എന്താ? ഇത് പണ്ഡിതന്മാര് ഇപ്രകാരം പറയുന്നു എന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഗുരുവിന്റെ കൃതികളൊക്കെ പഠിക്കുമ്പോൾ ഗുരു എപ്പോഴും പലയിടത്തുണ്ട് ഉച്യതേ ഇങ്ങനെ പറയപ്പെടുന്നു, ശ്രുതം ഇങ്ങനെ കേൾക്കപ്പെടുന്നു, ഇങ്ങനെ അവർ പറയാറുള്ളൂ. അതായത് ഞാനാണ് ഇതിന്റെ അധികാരി, ഞാനാണ് ഈ സത്യം കണ്ടുപിടിച്ചതെന്നല്ല അവർ പറയണത്. ഉച്യതേ ഇങ്ങനെ പറയപ്പെടുന്നു, ഇതി ശ്രുതം ഇങ്ങനെ കേൾക്കപ്പെടുന്നു എന്നൊക്കെയാണ് ഈ ഋഷിമാര് ഈ മന്ത്രങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഋഷിബിർ ബഹുധാ ഗീതം എന്ന് പറയും. ഋഷിമാർ ഇതിനെ ഒരേ സത്യത്തെ പലതരത്തിൽ പറഞ്ഞിരിക്കുന്നു. മുൻപുണ്ടായിരുന്ന ഋഷിമാരാൽ സ്തുതിക്കപ്പെട്ടു, പറയപ്പെട്ടു എന്നൊക്കെ അവർ പറയുന്നു. ഋഗ്വേദ സംഹിതയിൽ തുടക്കം പറയുന്നുണ്ട്. ആദ്യത്തെ വേദമായ ഋഗ്വേദത്തിൽ തുടക്കം പറയണ എങ്ങനെയാണെന്ന് അറിയോ? പൂർവേഭിഹി ഋഷിഭിഹി ഇത്യാഹ. എനിക്ക് ഈ ഋഷിക്ക് മുൻപേ സഞ്ചരിച്ച ഋഷിമാരാൽ ഇതി ആഹ പ്രകാരം പറയുന്ന ഋഗ്വേദ ആദ്യത്തെ വേദാണ്. ആ വേദം പറയാണ് മുൻപുണ്ടായ ഋഷിമാരാൽ ഇപ്രകാരം പറയപ്പെടുന്നു. പൂർവേഭിഹി ഋഷിഭിഹി ഇത്യാഹ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഋഗ്വേദ സംഹിത ആരംഭിക്കുന്നത്. ഇനി ഋഗ്വേദ അവസാനിക്കുന്ന എങ്ങനെയാന്ന് പറയാം.
നമ്മളിപ്പോൾ ഈ എന്താ പറയുക, ഋഷിമാരൊന്ന് കേൾക്കുമ്പോഴും ഉപനിഷത്തൊന്ന് കേൾക്കുമ്പോഴും വേദം ഒന്ന് കേൾക്കുമ്പോഴും ഒക്കെ വെറുതെ പിടിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ ഒരു സത്യം ഉണ്ടല്ലോ, ഒരു ഈ സമസ്ത ചരാചരങ്ങളെയും ഒന്നായി കണ്ടുള്ള ഒരു പ്രാർത്ഥനയല്ലേ വേദത്തിൽ നിറച്ചു വെച്ചിരിക്കുന്നത്. അതിനെയൊന്നും ഒരു കാലത്ത് നമുക്ക് നിന്ദിക്കാനോ അതിനെതിരെ പറയാനോ പോലും പാടില്ലാത്തതാണ്. ഏറ്റവും വലിയ പാപമാണത്. കാരണം ഏറ്റവും ശ്രേഷ്ഠമായി തന്നെയാണ് അവർ ഈ സത്യത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഋഗ്വേദം അവസാന മന്ത്രത്തിൽ പറയാ, സംഗച്ഛത്വം സംവദത്വം സംവോ മനംസി ജാനതാം ദേവാഭാഗം യഥാ പൂർവേ സഞ്ചാനാനാമുപാസതേ. ഇങ്ങനെ ഋഗ്വേദം പറയണത്. സംഗച്ഛത്വം, നമുക്ക് ഒരുമിച്ച് ഗുരുവും ശിഷ്യനും സമസ്ത ചരാചരങ്ങളും, സംഘച്ചത്വം, നമുക്ക് ഒരുമിച്ച് ആ സത്യത്തിലേക്ക് നടന്നെടുക്കാം. സംവദത്വം, നമുക്ക് ഒരുമിച്ച് ആ സത്യത്തെ പറയാം. അവിടെ ഒറ്റയ്ക്കൊന്നുമില്ല. ഈ ഒരു ദർശനമാണ് ഗുരുവിന്റെ അദ്വൈതം. ഒരുമിച്ച് എല്ലാം ഒന്നിച്ച്. സംവദത്വം സംവോ മനാംസി ജാനത, നിങ്ങളുടെ മനസ്സുകൾ ഒന്നായി മാറട്ടെ. ഞാൻ വേറെ നീ വേറെ എന്നില്ല. എൻ്റെ ജാതി വേറെ നിന്റെ ജാതി വേറെ, എൻ്റെ മതം വേറെ നിന്റെ മതം വേറെ, എൻ്റെ രാജ്യം വേറെ നിന്റെ രാജ്യം വേറെ, അങ്ങനെ ഒന്നുമില്ല. ഋഷിയുടെ ദർശനം സംവോ മനാംസി ജാനത, നമ്മുടെ മനസ്സുകൾ ഒന്നാകട്ടെ. നമ്മുടെ ഓരോ കാലടിപ്പാടുകളും കാൽവയ്പും ഒന്നാകട്ടെ. എല്ലാ വാക്കുകളും, നമ്മുടെ വാക്കുകൾ ഒരർത്ഥമുള്ളതായി മാറട്ടെ. ഒന്നിനെ പറയുന്നതാകട്ടെ. ദേവാഭാഗം യഥ, അതായത് എപ്രകാരമാണോ യജ്ഞത്തിലേക്ക് നമ്മൾ അർപ്പിക്കുന്ന ഹവിസുകൾ ദേവന്മാർ കൊണ്ടുപോകുന്നത്, ഒരുമിച്ചെടുക്കുന്നത്, അതുപോലെ പൂർവേ സഞ്ചാനാനാം ഉപാസതേ, അതായത് മുൻപുണ്ടായിരുന്ന പണ്ഡിതന്മാർ പറയുന്നത് പോലെ, അവിടെയും പൂർവ്വസൂരികളായ പണ്ഡിതന്മാരെ സ്മരിച്ചുകൊണ്ടാണ് ഋഗ്വേദം അവസാനിക്കുന്നത്. ആലോചിക്കണം നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെയും ഈ ഇത് ശുശ്രുമതീരാണാം ഏനസ്തദ്വിജ ചക്ഷിരേ, ഇന്നു കേൾക്കുന്നിതോതുന്ന പണ്ഡിതന്മാരിൽ നിന്നു നാം. അനുഭവിച്ചറിഞ്ഞ് സത്യമറിഞ്ഞൊരു പണ്ഡിതനാണ് ഇത് മറ്റ് ഋഷീശ്വരന്മാരെ ചേർത്ത് വെച്ചുകൊണ്ട് മന്ത്രത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. അതായത് പൂർവാചാര്യന്മാർ പറഞ്ഞ ഭാഷ വേറെ ആയിരിക്കാം, സാഹചര്യങ്ങൾ വേറെ ആയിരിക്കാം, പക്ഷേ അവരുടെ അനുഭൂതിക്ക് ഒരേ സ്വഭാവമാണ്, മാറ്റമില്ല എന്നർത്ഥം. അപ്പോൾ അസംഭൂതി അഥവാ വിനാശം കൊണ്ടുള്ള ഫലം ദുഃഖമാണ്. അവർ എന്നും ഇരുട്ടിൽ തന്നെയാണ്. ഇനി മരണത്തെ അഥവാ നാശത്തെ ഭയന്ന് അവർ ജീവിക്കുന്നു. അസംഭൂതിയിൽ പോകുന്നവര്, സംഭൂതിയിൽ പോകുന്നവര് അതിൽ രമിക്കാതെ, ആ പ്രകാശോന്മുഖതയിൽ രമിക്കാതെ സഞ്ചരിച്ചാൽ അവർക്ക് പരമസത്യത്തിൽ എത്താം. അതിൽ രമിച്ചു പോയാൽ അവരും ഈ ജഡത്തെ ആരാധിക്കുന്ന, അസംഭൂതിയെ ആരാധിക്കുന്നവരെക്കാൾ ഇരുട്ടിൽ പതിച്ചു പോകുന്നു. അപ്പോൾ സത്യമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർ കുറച്ച് ശ്രദ്ധയോടെ ഇവിടെ സഞ്ചരിക്കേണ്ടതുണ്ട്. കഠോപനിഷത്തിലെ ഒരു മന്ത്രം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. കഠോപനിഷത്തിൽ പറയാണ്, നായമാത്മാ പ്രവചനേന ലഭ്യോ ന മേധയ ന ബഹുനാ സുതേന എന്ന് പറയും. അയമാത്മാ പ്രവചനേന ന ലഭ്യ. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് ഈ ഗൂഗിൾ മീറ്റിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നത് കൊണ്ടൊന്നും ആത്മാവിനെ കിട്ടില്ല, ആത്മസ്വരൂപത്തെ അനുഭവിക്കാൻ പറ്റില്ല. അയമാത്മാ ന പ്രവചനേന ലബ്ധ. ഈ ആത്മാവ്, ഈ സ്വരൂപ അനുഭവം പ്രവചനം കൊണ്ട്, പ്രസംഗങ്ങൾ കൊണ്ട്, പറച്ചിലുകൊണ്ട് നമുക്ക് കിട്ടില്ല. പിന്നെ മേധയ, ബുദ്ധി കൊണ്ട് എടുക്കാനും പറ്റില്ല. നല്ല അനേകം കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുന്നുണ്ട് ശാസ്ത്രജ്ഞന്മാർ. അതുപോലെ ഈ ആത്മജ്ഞാനത്തെ ഒന്നും ഞാൻ ബുദ്ധി കൊണ്ട് കണ്ടെത്തി അനുഭവിക്കാനൊന്നും പറ്റില്ല. ബുദ്ധിക്ക് മേലെയാണ്, ബുദ്ധിക്ക് ബുദ്ധിയായി നിൽക്കുന്നതാണ്, ബുദ്ധി കൊണ്ട് പറ്റില്ല. എന്നാ ബഹുനാ ശ്രുതേന, പല പ്രാവശ്യം കേട്ടതുകൊണ്ടോ പ്രസംഗിച്ചത് കൊണ്ടോ ബുദ്ധി കൊണ്ടോ എന്നും ഇതിനെ കിട്ടില്ല. എന്നിട്ട് ഉപനിഷത്ത് ഉറച്ച ഭാഷയിൽ പറയേ, യമേ വൈഷ വൃണുതേ തേന ലഭ്യ തസ്യൈവ ആത്മാ വൃണുതേ തനും സ്വാം പറയാണ് കഠോപനിഷത്ത്. അത് ഋഷിയുടെ ഉറച്ച വാക്കാണ്. യമേ വൈഷ വൃണുതേ, ആരാണോ എന്നെ, അതായത് ആത്മസ്വരൂപത്തെ
തീക്ഷ്ണമായി ആഗ്രഹിക്കുന്നത്. ഏതൊരു ജിജ്ഞാസുവാണോ എനിക്ക് ഗുരു അങ്ങനെ ആ ധീരനായി സദസതിഥി പ്രതിപത്തിയേറ്റ് സത്തോമിതി മൃദുവായി ധീരനായി അമർന്ന ഋഷീശ്വരന ഗുരു. ശ്രീനാരായണ ഗുരുദേവൻ എന്ന മഹാഋഷി ധീരനായി ഇതിനെ, ഈ ആത്മജ്ഞാനത്തെ, ഇതിനെ, ഈ പരമസത്യത്തെ ഉപാസിച്ച് അതായി മാറിയ ഋഷീശ്വരനാണ്. അതുപോലെ പൂർവസൂരികളായ ഋഷിമാരെല്ലാം ഈ സത്യത്തെ തീവ്രമായി ആഗ്രഹിച്ചവരാണ്. അതാണ് യമേ വൈഷവൃണുതേ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആഗ്രഹിക്കാം, ഭഗവാനെ ഈ അമൃതസ്വരൂപമായ അറിവ് ജന്മാന്തരങ്ങളിലെങ്കിലും ഞങ്ങൾക്ക് കരഗതമാകണേ. ഇനി ഈ ജനനമരണ ചുഴികളിലിട്ട് ഞങ്ങളെ വലയ്ക്കല്ലേ. ഞങ്ങളിപ്പോൾ കേട്ടിരിക്കുന്ന ഈ വാക്കുകൾ വിത്തായി ഞങ്ങളിലിരിക്കുന്ന ഈ വിത്ത് ജന്മാന്തരങ്ങളിലെങ്കിലും മുളയ്ക്കണേ. ഇനി അധികം നമ്മൾ ഇനി ജന്മമെടുപ്പിക്കരുതേ, അല്ലേ? നാരായണ രാമ ഹരേ ജയ. എടുപ്പിക്കാതിരിക്കണമെങ്കിൽ അതിനുള്ള പ്രയത്നം മരിച്ചു കഴിഞ്ഞവരോടല്ല പറയണത്, ജീവിച്ചിരിക്കുന്നവരോടാണ് അത് പാടി കേൾപ്പിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ അതിനുള്ള പ്രയത്നം ചെയ്യണം. ഉണ്ടും ഇറങ്ങിയും സമയം പോക്കുമ്പോൾ ജീവിതത്തിൽ കുറച്ച് സമയമെങ്കിലും ഇതിനെ ഒന്ന് ഉപാസിക്കാനായിട്ട്, അറിയാനായിട്ട് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കണം. അതാ പറയുന്നത് യമേ വൈഷവൃണുതേ. ആരാണോ ഇതിനെ കൂടുതൽ അഗാധമായി ജിജ്ഞാസയോടെ ഇതിനെ വരിക്കുന്നത്, വരിക്കുന്നത്, തേന ലഭ്യ, അവനിത് കിട്ടും. തസ്യൈവ ആത്മാവൃണതേ. അവനെ ആത്മാവ് ചെന്ന് സ്വീകരിക്കുക ചെയ്യണം. അവൻ ആത്മാവിനെ വരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്മസ്വരൂപം അവനെ വരിക്കുന്നു എന്നർത്ഥം. അത് വളരെ വലിയൊരു അനുഭവമാണ്. ഗുരു പറഞ്ഞില്ലേ, ഇടണേ ഇരു കൺമുന എന്നിലതിന് അടിയന്നഭിലാഷമുമാപതേ. ഞാൻ ആഗ്രഹിച്ച പോരാ, ആ കൺമുന ഒന്ന് എന്നിലേക്കൊന്ന് കടാക്ഷിക്കണേ ഭഗവാനെ എന്ന് പറയുന്നുണ്ട്, അല്ലേ? ഗുരു പറയാറില്ല, മേൽ സദ്ഗതി വരുവാൻ ഇതിനെ ഭജിച്ചിടേണം. പഠിച്ചുകൊണ്ട് കാര്യമില്ല, ഇതിനെ ഭജിക്കണം. ആ കൃപ കടാക്ഷം ഒന്ന് തിരിച്ചു വെക്കാൻ. അതിന് വേദാന്തം പഠിക്കണമെന്നില്ല, ഉന്നത വിദ്യാഭ്യാസം വേണമെന്നില്ല, ഒന്നും വേണമെന്നില്ല. തീക്ഷ്ണമായി ആഗ്രഹിക്കുക, ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് നമുക്ക് ഈ ജ്ഞാനം കിട്ടാനായിട്ട് ചെയ്യേണ്ടത്. അതുമാത്രമാണുള്ളത്. അതായത് ഒരു കുഞ്ഞുകുട്ടി പാല് കുടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, കരയുന്ന കുട്ടി തീവ്രമായി ആഗ്രഹിച്ചുകൊണ്ട് മുട്ടിന്മേൽ എഴഞ്ഞ് സ്വന്തം അമ്മയുടെ അടുത്തേക്ക് എത്തുക. എഴഞ്ഞെത്തിയാൽ പാല് കുടിക്കാൻ പറ്റില്ല. ആ പ്രയത്നം ഒന്ന് നിർത്തിയിട്ട് കരുണയോടെ അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കണം. നോക്കുമ്പോൾ ആ കാരുണ്യം അമ്മയിൽ വർഷിക്കുമ്പോഴാണ് ആ അമ്മ എടുത്ത് കുഞ്ഞിന് പാലൂട്ടി സന്തോഷമേകുന്നത്. അതുപോലെ എത്രയൊക്കെ ജ്ഞാനത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചാലും ആ പരമപ്രഭുവിനോട് എനിക്ക് ഇതിനുള്ള തീവ്രമായ അഭിലാഷത്തോടു കൂടി ആത്മീയമായ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ ഭൗതിക ക്ലേശങ്ങൾ അതിൻ്റെ ഇടയിൽ കയറി വന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കും, നമ്മളറിയാതെ അതൊക്കെ ആയിരിക്കും ചോദിക്കുക. അതിനപ്പുറം എനിക്ക് ജ്ഞാനം തരണേ ഭഗവാനെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജീവിത ദുഃഖങ്ങളിൽ നിന്ന് നമുക്ക് തരണം ചെയ്യുവാനായിട്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ മന്ത്രത്തിൻ്റെ എത്രാമത്തെ മന്ത്രമാണ്? 13. അടുത്ത ക്ലാസ്സിൽ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പണം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. തമസ്തു. ഓം.